ഹായ്, ഇന്നൊരു ഫ്രഞ്ച് ഫ്രൈസ് സ്റ്റോറിയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കുട്ടപ്പന് ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ ആഗ്രഹം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം തന്നെ ഓടി അടുക്കളയിൽ പോയിടാം. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ പൊട്ടറ്റോ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പൊട്ടറ്റോ അല്ലേ വേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി പോയി വാങ്ങാം, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ തലാൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാമെന്ന്. അങ്ങനെ നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ തന്നെ ഒരു 8ൻ്റെ പണി. കുട്ടികൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിപ്പിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ തലാൽ സൂപ്പർ മാർക്കറ്റ് പൊട്ടറ്റോ മേടിക്കാനാണ് നമ്മൾ വന്നതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് ചില്ലറ സാധനങ്ങളും കൂടി പറക്കി ബാഗിലിട്ടു. അങ്ങനെ അതെല്ലാം വാങ്ങി തിരിച്ചു പോന്നു. ഇനിയാണ് കഥ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ ചെറുപ്പത്തിൽ എനിക്കറിയില്ല. നമ്മളെ ഇപ്പോൾ തലാൽ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, അവിടെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങാനായിട്ട് പൊട്ടറ്റോ നോക്കാനല്ലേ നമ്മൾ പോയത്. അപ്പോണ്ടാ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നു. അതെടുക്കുക, എണ്ണയെടുക്കുക, പൊരിക്കുക, തിന്നുക, അത്രേ ഉള്ളൂ പണിയെന്നേ. പക്ഷേ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഹെൽത്തി ഒന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊട്ടറ്റോ മേടിച്ചിട്ട് പോകും. അതൊന്നും നമ്മൾ മേടിച്ചില്ല. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാടാ. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. പൊട്ടറ്റോ എടുക്കുക, ക്ലീൻ ചെയ്യുക, സ്ലൈസ് ചെയ്യുക, ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കുക. അതിനുശേഷം അതെടുത്ത് മാറ്റുക. വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിടണം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിക്കുക, അതിൽ വറുത്ത് കോരുക. ഇതാണ് എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്. എൻ്റെ മോനും ഇത് ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ഫ്രഞ്ച് ഫ്രൈസ് കഥ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.